ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് വെക്കണം. ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവറാണ് എടുത്തത്. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അഥവാ കട്ട പിടിച്ചാലും പേടിക്കൊന്നും വേണ്ട, ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ ഇതൊന്ന് തിക്കായി വരുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് തിക്കായി വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അധികം തിക്കാവണ്ട എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇത് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്ത പാനിൽ തന്നെ വെച്ചാൽ ചൂട് കൊണ്ട് ഒന്നുകൂടെ തിക്കായി പോവും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ നല്ലപോലെ ഒന്ന് തണുത്ത് വരണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും അനാറും പഴമാണ് എടുത്തത്. പിന്നെ കുറച്ച് ചെറീസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഫ്രൂട്ട്സൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.